A+2 സ്വാഗതം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ പോലും ആയിട്ടില്ല. നമ്മുടെ സംസ്ഥാന സർക്കാർ വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ്. വാട്ടർ സർവീസ് ചാർജ് 50 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാനായി വാട്ടർ അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വർദ്ധിപ്പിക്കാനുള്ള മടി കാരണം മാറ്റി വെച്ചതാണ് ഇപ്പോൾ നടപ്പാക്കുന്നതിനു വേണ്ടി ജല അതോറിറ്റി സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് സർക്കാർ ഇത് അംഗീകരിച്ചുകൊണ്ട് എപ്പോഴും ചെയ്തതുപോലെ ഈ വർധനവ് അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് സർക്കാരിനെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പലതും കൂട്ടാൻ പോയാൽ ജനങ്ങൾ തിരിച്ചടി നൽകാൻ കാത്തിരിക്കുന്നതായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. വീണ്ടും നല്ലൊരു അടി ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഉണ്ടായാൽ അത് ഈ സർക്കാരിന് ഇനി താങ്ങാൻ കഴിയുന്നതല്ല. അതിൻ്റെ അന്തിമ ഫലം എന്ന് പറയുന്നത് ഇനി തുടർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സർക്കാർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റി നൽകിയ ശുപാർശ ഏത് തരത്തിൽ സർക്കാർ അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ 50 ഇരട്ടി വരെ വർധനവാണ് സർവീസ് ചാർജ് ഇനത്തിൽ ജല അതോറിറ്റി നൽകിയിരിക്കുന്ന ശുപാർശ. വാട്ടർ ചാർജ് കൂട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷമാണ് ഈ വാട്ടർ ചാർജിൽ വലിയ വർധനവ് വരുത്തിയത്. എല്ലാ സേവനങ്ങളും ഓൺലൈൻ അപേക്ഷ വഴി സ്വീകരിക്കുന്നതിനാൽ അപേക്ഷാ ഫോമിന് ഈടാക്കിക്കൊണ്ടിരുന്ന 15 രൂപ ചിലപ്പോൾ ഒഴിവാക്കി കിട്ടിയേക്കും. അതും ശുപാർശയിൽ പെട്ടിരിക്കുന്നു. ഗാർഹിക കണക്ഷനും ഗാർഹിക ഇതര കണക്ഷനും പരസ്പരം മാറ്റാൻ വേണ്ടിയും സ്പെഷ്യൽ കണക്ഷൻ ഗാർഹിക കണക്ഷനിലേക്ക് മാറ്റാനും വേണ്ടിയുള്ള ഫീസ് കേട്ടാൽ ഞെട്ടരുത്. 5 രൂപയിൽ ആയിരുന്നത് 250 രൂപയായി വർദ്ധിപ്പിക്കാനാണ് ശുപാർശ. 5 രൂപ 250 രൂപയായി വർദ്ധിക്കുന്നു. റീകണക്ഷനും താൽക്കാലികവും പെർമനൻറ്റുമായ ഡിസ്കണക്ഷൻ എന്നിവയ്ക്ക് നിലവിൽ 50 രൂപ ഉണ്ടായിരുന്നത് 500 രൂപയാണ് വർദ്ധിക്കുക. ഈ 50 രൂപ എന്ന് പറഞ്ഞാൽ അതിൽ 15 രൂപയുടെ അപേക്ഷാ ഫീസും കൂടി ചേർന്നതായിരുന്നു. ഈ 50 രൂപയാണ് 500 രൂപ ആകാൻ പോകുന്നത്. പ്ലംബിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയും ലൈസൻസ് പുതുക്കുന്നതിനും വേണ്ടിയുള്ള 1500 രൂപ നിലവിലുള്ള ഫീസ് ഇനി 2000 രൂപയായി മാറും. അപേക്ഷാ ഫീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റൊന്നും കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കാം. ഈ വരൾച്ചയുള്ള വേനൽക്കാലത്ത് താൽക്കാലികമായി ഡിസ്കണക്റ്റ് ചെയ്യുന്ന കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു പുതിയ ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 250 രൂപയാണത്. നേരത്തെ ഇത് ഇല്ലായിരുന്നു. അത് പുതിയ ഫീസായി ഏർപ്പെടുത്താൻ പോവുകയാണ്. മീറ്റർ റീഡിങ്ങിന് 2 രൂപയാണ് നിലവിലുള്ള ഫീസ്. അത് 10 രൂപയാക്കി വർദ്ധിപ്പിക്കാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. വാട്ടർ മീറ്റർ മാറ്റാൻ 25 ഇരട്ടിയിൽ കൂടുതൽ ഫീസ് നമ്മൾ നൽകേണ്ടി വരും. അതെല്ലാം ചേർത്ത് ഇനി പറയുന്ന രീതിയിലാണ് വർധനവ്. അതൊന്ന് കൺസോൾഡേറ്റ് ചെയ്താണ് ഞാൻ ഇനി നിങ്ങളോട് വിവരിക്കുന്നത്. മീറ്റർ മാറ്റി സ്ഥാപിക്കാൻ 10 രൂപയുടെ സ്ഥാനത്ത് 250 രൂപയാകും. മീറ്റർ പോയിൻ്റ് മാറ്റാൻ 115 രൂപയായിരുന്ന അപേക്ഷാ ഫീസ് ഇനി 500 രൂപയായി മാറും. മോഷ്ടിക്കപ്പെട്ട മീറ്ററിന് പകരം പുതിയത് സ്ഥാപിക്കാൻ നിലവിൽ 75 രൂപയായിരുന്നത് 250 രൂപയായി വർദ്ധിക്കും. മീറ്റർ ടെസ്റ്റിങ്ങിന്
10 രൂപയായിരുന്നത് ഇനി 100 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഡിസ്കണക്ഷനും റീകണക്ഷനും വേണ്ടി 115 രൂപയാണ് നമ്മൾ അപേക്ഷാ ഫീസും അതിനുള്ള ചാർജുമായി നൽകിയിരുന്നതെങ്കിൽ ഈ 115 രൂപ 1000 രൂപയായിട്ടാണ് ഇനി വർദ്ധിക്കുക. കുടിശ്ശിക അടയ്ക്കാത്തവരുടെയും കേടായ മീറ്റർ മാറ്റിവെക്കാത്തവരുടെയും കണക്ഷൻ വിച്ഛേദിക്കാനായി നിലവിൽ 50 അപേക്ഷാ ഫീസും 15 ചാർജുമായിരുന്നത് ഇനി 1000 രൂപ നൽകേണ്ടി വരും. സർവീസ് ലൈനിൽ മാറ്റം വരുത്തണമെങ്കിൽ 115 രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി 500 രൂപയാണ് നൽകേണ്ടി വരിക. ഓണർഷിപ്പ് മാറ്റാൻ നിലവിൽ 115 എങ്കിൽ ഇനി 250 രൂപ നൽകണം. ഒരു വീട്ടിനുള്ളിലെ പ്ലംബിംഗ് ഡിസൈൻ അംഗീകരിക്കാൻ നിലവിൽ 50 രൂപയെങ്കിൽ ഇനി മുതൽ 250 രൂപ നൽകണം. 30 മീറ്ററിന് മുകളിലുള്ള സ്ട്രീറ്റ് മെയിൻ എക്സ്റ്റൻഷൻ നിലവിൽ ഓരോ 30 മീറ്ററിനും 500 രൂപ എന്നത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മീറ്റർ മാറ്റാനും പരിശോധിക്കാനും കൂടുതൽ മീറ്റർ ഉള്ള സ്ഥലങ്ങളിൽ 10 രൂപയാണ് ഇനി 250 രൂപയായി വർദ്ധിക്കുന്നത്. കാഷ്വൽ സ്പെഷ്യൽ കണക്ഷനുകളുടെ വാർഷിക പുതുക്കൽ ഫീസ് 250 രൂപയാണ്. സ്മാർട്ട് മീറ്റർ വാടക 10 രൂപയായിരുന്നത് 250 രൂപയായി ഉയരും. സാധാരണ മീറ്റർ വാടക 10 രൂപ നൽകിയിരുന്നിടത്ത് ഇനി 50 രൂപ നൽകണം. സിവേജ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഫീസിലും 10 ഇരട്ടി വരെ വർധനവുണ്ട്. സിവേജ് കണക്ഷന് വേണ്ടി വീടുകൾക്കാണെങ്കിൽ 1000 രൂപയും ഫ്ലാറ്റുകൾക്കും കോളനികൾക്കും വേണ്ടി 2000 രൂപയും നൽകണം. നിലവിൽ ഇത് ഏറ്റവും കുറഞ്ഞത് 500 രൂപ മാത്രമായിരുന്നു. അതാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഗാർഹികേതര കണക്ഷന് വേണ്ടി 3000 രൂപ നമ്മൾ നൽകണം. നിലവിൽ 1000 രൂപയായിരുന്നു. വ്യാവസായികവും കാഷ്വലുമായ വിഭാഗത്തിൽപ്പെട്ടതിന് 4000 രൂപ കൊടുക്കണം. നിലവിൽ 2500 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഗാർഹിക സിവേജ് കണക്ഷൻ്റെ നിക്ഷേപ തുക 500 രൂപയിൽ നിന്നും 1000 രൂപയായി ഉയർത്തും. ഗാർഹിക ഇതര സിവേജ് കണക്ഷന് 1000 രൂപയായിരുന്നു ഡിപ്പോസിറ്റ് ഫീ എങ്കിൽ ഇനി 2000 രൂപ നൽകണം. സിവേജ് കണക്ഷൻ അത് കാഷ്വലായിട്ടുള്ളതാണെങ്കിൽ, അതായത് താൽക്കാലികമായിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഡിപ്പോസിറ്റ് 2500 നിന്നും 4000 കൂടും. വ്യാവസായിക മേഖലയിലെ സിവേജ് കണക്ഷന് നിലവിൽ 3000 രൂപ ഡിപ്പോസിറ്റ് 4000 രൂപയാകും. സിവേജ് കണക്ഷൻ മാറ്റി വെക്കൽ അല്ലെങ്കിൽ അത് ക്രമപ്പെടുത്തി എടുക്കുന്നതിന് നിലവിലുള്ള 100 രൂപ 1000 രൂപയായി വർദ്ധിക്കും. സിവേജ് ഡിസ്കണക്ഷൻ നിലവിൽ 200 രൂപ നമ്മൾ അടച്ചാൽ മതി. ഇനി അത് 1000 രൂപയായി അടയ്ക്കേണ്ടി വരും. സിവേജ് റീകണക്ഷൻ ആണെങ്കിൽ 100 രൂപയായിരുന്നു ചാർജ്, ഇനി 1000 രൂപയാണ്. ഗാർഹിക സിവേജ് ഉടമസ്ഥാവകാശം 250 രൂപ അടയ്ക്കണം. നിലവിൽ 50 രൂപ മാത്രമായിരുന്നു. ഫ്ലാറ്റിലെ സിവേജ് ഉടമസ്ഥാവകാശ മാറ്റത്തിന് നിലവിൽ 150 രൂപയെങ്കിൽ ഇനി 400 രൂപ അടയ്ക്കണം. സിവേജ് ഉടമസ്ഥാവകാശം മറ്റുള്ളവർക്കാണെങ്കിൽ 100 രൂപയിൽ നിന്നും 500 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്.